പോലീസിനെതിരെ ഭീഷണി പ്രസംഗവുമായി മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം തിരൂരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് UA റസാഖ്. പ്രവർത്തകരെ വേട്ടയാടിയാൽ പോലീസുകാർ വീട്ടിൽ കിടന്നുറങ്ങില്ല എന്നാണ് ഭീഷണി. മുസ്ലിം യൂത്ത് ലീഗ് തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിലാണ് ഭീഷണി പ്രസംഗം. SP മാപ്പ് പറഞ്ഞു അവസാനം എന്നാണ് നമ്മളോട് MLA പറയുന്നത്. SP മാപ്പ് പറഞ്ഞതുകൊണ്ട് മാത്രം ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഈ മാർച്ച് അവസാനിപ്പിക്കണം. അല്ലായിരുന്നെങ്കിൽ അകത്ത് കയറാൻ മടിയില്ല എന്നുള്ളതാണ് ബാക്കിലിരിക്കുന്ന പോലീസുകാരോടും മുന്നിലിരിക്കുന്ന പോലീസുകാരോടും സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങളുടെ നേതാക്കളുടെ വീട്ടിലാണ് നിങ്ങൾ കയറിയത്. കൃത്യമായി എന്തെങ്കിലും കാരണമുണ്ടായിട്ടാണ് കയറിയതെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കും. എന്നാൽ വെറും തോന്നിയാസമാണ് നിങ്ങൾ കാണിച്ചത് കൊണ്ട് തന്നെ നിങ്ങളും വീട്ടിൽ കിടന്നുറങ്ങില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. സമീർ, ഇങ്ങനെയൊരു പോലീസിന് നേരെ ഇങ്ങനെയൊരു പ്രകോപന ഭീഷണി പ്രസംഗത്തിന്റെ പശ്ചാത്തലം എന്താണ് ഈ നേതാവിനെ പ്രകോപിപ്പിച്ചത്? റിജിത്ത്, കഴിഞ്ഞ ദിവസം തിരൂരങ്ങാടി പരിധിയിൽ 2 മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെ വീട്ടിൽ അർദ്ധരാത്രി പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു. ഈ റെയ്ഡിനെതിരെയാണ് നിലവിൽ മുസ്ലിം യൂത്ത് ലീഗ് തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ഈ മാർച്ചിലാണ് തിരൂരങ്ങാടി മണ്ഡലം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് UA റസാഖ് ഈ ഭീഷണി പ്രസംഗം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ അനാവശ്യമായി വേട്ടയാടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതൊരിക്കലും തന്നെ അംഗീകരിക്കില്ല. ഈ പ്രവർത്തകരെ വേട്ടയാടിയ തിരിച്ചു പോലീസിനെയും വേട്ടയാടും, പോലീസിന് വീട്ടിൽ കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് UA റസാഖ് പറയുന്നത്. അതിനായി പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരാനും തങ്ങൾക്ക് മടിയില്ല എന്നും UA റസാഖ് പറയുന്നു. എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെയോ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെയോ അറസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. എന്നാൽ അനാവശ്യമായി ഇത്തരം വേട്ടയാടാനുള്ള ശ്രമമെങ്കിൽ അത് വെച്ച് ഉറപ്പിക്കില്ല എന്നും UA റസാഖ് പറയുന്നു. നിയമപരമായും അല്ലാതെയും പോലീസിനെ വേട്ടയാടുമെന്നുള്ള മുന്നറിയിപ്പാണ് മുസ്ലിം ലീഗിന്റെ നേതാവ് UA റസാഖ് നൽകുന്നത്. നേരത്തെ ഈ തിരുവനന്തപുരം താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരെ കയ്യേറ്റം ചെയ്യുമെന്ന ഭീഷണി പ്രസംഗവും UA റസാഖ് നടത്തിയിരുന്നു. ശരി, സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.